ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മീനച്ചാർ ഉണ്ടാക്കിയാലോ? വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു മീനച്ചാറാട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ 1 കിലോയുടെ ചൂരയാണ് എടുത്തിരുന്നത്. ചൂര കഴുകി നല്ല കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരമണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂറല്ല, 1/4 മണിക്കൂറോളം ഉണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളിയും. കാരണം ഒരുപാടില്ലല്ലോ, 1 കിലോ തന്നെ തികച്ചില്ല കേട്ടോ. 1 കിലോയുടെ മീൻ മേടിച്ച് നമ്മൾ മുറിച്ചൊക്കെ എടുത്തതല്ലേ, അതിൻ്റെ തലയെല്ലാം പോയല്ലോ. പിന്നെ ഞാൻ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് 1-2 വട്ടം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ഇഞ്ചി അരിഞ്ഞതിന് ശേഷം ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പച്ചമുളകുണ്ടല്ലോ, ഞാൻ നാട്ടിൽ പോകുന്നതിന് മുന്നേ മേടിച്ച് വെച്ച പച്ചമുളകായിരുന്നു. അത് ഫ്രിഡ്ജിലിരുന്ന് ഉണങ്ങിപ്പോയി കേട്ടോ. ആ പച്ചമുളകാണ്, ഏതെല്ലാം കളയണ്ടല്ലോ. അതുപോലെ തന്നെ കറിവേപ്പിലയും. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പാൻ എടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ ആ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച്, അരമണിക്കൂറെങ്കിലും നിങ്ങൾ വെക്കണം കേട്ടോ. അങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ ഓരോ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഒരു 3/4% അത്ര ആയാൽ മതി കേട്ടോ. നമ്മൾ സാധാരണ മീൻ വറുത്ത് മുരിച്ചെടുക്കത്തില്ലേ, അതുപോലെ ആവേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ വീണ്ടും പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ മീനിലേക്ക് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മൊരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് തന്നെയല്ലേ കഴിക്കാനും ഒരു സുഖം ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മീനെല്ലാം ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ചുമെല്ലാം ഇട്ട് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് വറുത്ത് കോരാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഏകദേശം ഈ ഒരു പാകത്തിന് ആയാൽ മതി കേട്ടോ. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് വറുത്ത് കോരിയെടുക്കാവേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് കോരി, അധികം ഓയിൽ ഞാൻ എടുത്ത് ഉപയോഗിക്കുന്നില്ല. ആ പാലിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെയാണ് വറുത്തെടുത്തിരിക്കുന്നത്. ഇനി ആ എണ്ണ തന്നെ ഞാനൊന്ന് ജസ്റ്റ് അരിച്ചെടുത്തിട്ട് ആ എണ്ണ തന്നെയാണ് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ അതിൻ്റെ പൊടിയെല്ലാം മാറ്റിയതിന് ശേഷം ബാലൻസ് വന്ന എണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചേറെ കടുക് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകെല്ലാം നല്ലവണ്ണം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉലുവ ഇടാം. ഞാനിവിടെ ഉലുവ പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഉലുവ ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരുന്ന മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയില്ലേ, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താലും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചേർക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് എന്ന് തോന്നുന്നു കേട്ടോ. അതുപോലെ പച്ചമുളക്, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓയിൽ അല്പം കുറവായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് കുറച്ച് ഓയിൽ കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും അത്യാവശ്യം മൂത്ത് വരുന്ന, ഒരുപാട് മൂത്ത് പോകണ്ട. മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ തന്നെ ഉണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയില്ല, നമ്മുടെ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ശേഷം ഞാൻ നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഏകദേശം 1/4 ടേബിൾ സ്പൂണോളം കശ്മീരി മുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മീനച്ചാറിന് അല്പം ചാറൊക്കെ വേണം, അല്പം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ച് അത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. തണുത്ത് കഴിഞ്ഞിട്ടേ ഒഴിക്കാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുളക് പൊടിയെല്ലാം ഒന്ന് അതിൻ്റെ നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം 1/2 ടേബിൾ സ്പൂണോളം ഉലുവാപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഉലുവ ഇട്ട് കൊടുക്കാഞ്ഞത്. അപ്പോൾ ഉലുവാപ്പൊടി അത്യാവശ്യമായിട്ട് നല്ലവണ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ കഴിക്കും കേട്ടോ. പിന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരി കേട്ടോ.
വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ വിനാഗിരിയും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ചാറൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് കുറുകി വരുന്ന വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാവേ. അപ്പോൾ ഈ വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഏറെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഏകദേശം ഞാൻ ഇനി 1 ടേബിൾ സ്പൂണോളം ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ കുറച്ച് ഉപ്പ് കൂടി മീനിന് ഇട്ട് കൊടുത്തിട്ടായിരുന്നു വറുത്തെടുത്തത്. ഈ വിനാഗിരി ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഉപ്പ് ഇട്ട് കൊടുത്തതാണ് ഈ കാണുന്നത്. അപ്പോൾ ആ ചാറെല്ലാം ഒന്ന് കുറുകി വരുന്ന സമയത്ത് നിങ്ങൾക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഈ നമ്മുടെ മീനുണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് നിങ്ങൾക്ക് അധികം ഗ്രേവിയുടെ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒരു 5 മിനിറ്റോളം വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ സെർവ് ചെയ്യാവുന്നതാണ്. അതല്ല കുറച്ചുകൂടെ ഗ്രേവിയൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ചാറിച്ച വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഏകദേശം 1/4 ഗ്ലാസ്സോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതോടെ ഒഴിച്ചു കൊടുത്ത് അത്യാവശ്യം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുന്ന വരെ ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ. കണ്ടില്ല, നല്ലവണ്ണം ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വെക്കുമ്പോൾ ആ ഒരു ചാറും ആ ഒരു ഗ്രേവിയൊക്കെ ആയിട്ട് മീൻ കുറേ നേരം അതിൽ കിടന്ന് നല്ലവണ്ണം സെറ്റായത് കണ്ടില്ലേ. ഇപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ അച്ചാറൊക്കെ തണുത്ത് വന്നപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു കളറും എല്ലാം നല്ല ഇത് കണ്ടില്ലേ. തണുത്ത് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് ഈ കാണിക്കുന്നത് കണ്ടോ. നല്ല കളറും അതുപോലെ തന്നെ ആ എണ്ണയും എല്ലാം കൂടായി നല്ല സെറ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരുപാട് നാൾ ഉപയോഗിക്കാമെന്നില്ലെന്നുണ്ടെങ്കിൽ പുറത്ത് തന്നെ വെച്ച് ഉപയോഗിച്ചാൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1-2 ദിവസം പുറത്ത് വെച്ചൊന്ന് സെറ്റായതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെക്കാറുള്ളത്. ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴത്തേന് ഈ എണ്ണ ഇതെല്ലാം കൂടെ ഈ ഗ്രേവി എല്ലാം കൂടെ തിക്കാവും. അപ്പോൾ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എനിക്ക് പുറത്ത് വെച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ നല്ല എയർ ടൈറ്റ് ഉള്ള ഒരു പാത്രത്തിലേക്ക് കുപ്പിയിലേക്ക് ഇതുപോലെ മാറ്റാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക് കവർ വെച്ചതിന് ശേഷം നല്ലവണ്ണം ഒന്ന് അടപ്പ് വെച്ച് അടച്ചു കൊടുത്താൽ മതി കേട്ടോ. കാറ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പൂക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ എടുക്കുന്ന സ്പൂണും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.